എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്ത് രണ്ടാമത് ഞാൻ എന്റെ ഉടമ്പടി പുതുക്കാൻ സെപ്റ്റംബർ മാസം 18-ാം തീയതി എന്റെ പരീക്ഷ ഞാൻ എന്റെ വേറെ ഒരു സെൻട്രൽ ഇതെടുത്തു ഡൽഹിയിൽ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പും മാതാവിന്റെ എണ്ണ എടുത്ത് ഞാൻ എന്റെ നെറ്റിയിൽ പുരട്ടി ഉടമ്പടി ഉപ്പ് കുറച്ചെന്റെ പോക്കറ്റിലിട്ട് ഞാൻ അകത്ത് കയറി. അവിടെയെല്ലാം ഞാൻ ആ സെന്ററിനകത്തെല്ലാം ഞാൻ ബെതറി. ഭാഗ്യമെന്നോ ദൈവ കരുണയൊന്നോ പരിശുദ്ധ സഞ്ചാരി മാതാവിന്റെ ഒരു പ്രത്യേക കരുതൽ. എന്റെ കൂടെ എഴുതിയ 3-4 പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാവരും 1 മാർക്കിനും 2 മാർക്കിനും തോറ്റുപോയി. അപ്പോൾ ജയിക്കേണ്ട മാർക്കായ 45 മാർക്കിൽ എനിക്ക് 47 മാർക്കും തന്ന പരിശുദ്ധ ദൈവമാത എന്നെ അനുഗ്രഹിച്ചു. വീട്ടിൽ നിന്ന് പോയപ്പോൾ എന്റെ പെങ്ങൾ എന്റെ എടുത്തു തന്നിരുന്നു പ്രത്യേകമായി എണ്ണയും ഉപ്പും. ഞാനതിൽ കുറച്ച് ഉപ്പെടുത്ത് ഞാൻ അതിന്റെ ആ ഗേറ്റിന് സൈഡ് വഴി കൊണ്ടിട്ടു. കാരണം അതിനകത്തോട്ട് കയറണമെങ്കിൽ 1 മാസം അല്ലെ 2 മാസം മുമ്പ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്ത് ആ ലെറ്റർ കാണിച്ചാൽ മാത്രമേ നമ്മളെ സെക്യൂരിറ്റി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. പരിശുദ്ധ ദൈവമാതാവ് സഞ്ചാരി മാതാവിന്റെ ഒരു പ്രത്യേക കരുതലും സംരക്ഷണവും അന്നേരം ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഉടമ്പടി ജീവിതത്തിലൂടെ ആണ് എനിക്കിത് ലഭിച്ചതെന്ന് ഞാൻ ഈ അൽത്താര മുമ്പിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ മുമ്പിൽ ഞാൻ പറയുകയാണ്. എനിക്ക് അന്നത്തെ ദിവസം തന്നെ എന്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്റെ സൈനും സീലും അടിച്ച് എന്റെ കയ്യിൽ കിട്ടിയിരിക്കും. ഞാൻ തിരിച്ച് വണ്ടി കയറുമ്പോൾ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെ എന്റെ വിസയുടെ പ്രോസസ്സിങ്ങുകളെല്ലാം നടന്നു. വിസ കിട്ടി.